ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം സൺഡേ ആണ്. ഫസ്റ്റ് നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത് ഒരു കട്ടൻ ചായയാണ്. അപ്പോൾ കട്ടൻ ചായയിലാണ് തുടക്കം. കട്ടൻ ചായ എനിക്ക് മസ്റ്റാണ് രാവിലെ. കടുപ്പം കുറച്ചിട്ട് അതേപോലെ തന്നെ മധുരം കുറച്ചിട്ടൊക്കെയാണ് ഞാൻ കട്ടൻ ചായ കുടിക്കാറ്. എങ്കിലും ആ ഒരു കട്ടൻ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഉള്ള ജോലിയൊക്കെ ചെയ്യാനൊക്കെ ഒരു എനർജിയാണ്. അതിനുശേഷം പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് പത്തിരി ആയിരുന്നു. ഇത് ശരിക്കും നമ്മൾ അരി ഇങ്ങനെ ഉണക്കി പൊടിച്ചെടുത്തതാണേ. അപ്പം നമ്മൾ മില്ലിൽ കൊടുത്ത സമയത്ത് അവരിങ്ങനെ വറുത്ത് പൊടിച്ച് തന്നപ്പോഴത്തേക്കും ആ വറുത്തതിൻ്റെ ആ ഒരു പരുവം അങ്ങ് കൂടിപ്പോയി. അപ്പോൾ അരിപ്പൊടി നമ്മൾക്ക് വറുത്ത് കിട്ടിയപ്പോൾ ഗോതമ്പ് പൊടിയുടെ കളറായി. പക്ഷെ ടേസ്റ്റ് എല്ലാം അരിപ്പൊടിയുടെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ കളർ ഇങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിപ്പോയി. പിന്നെ അതിൻ്റെ കൂടെ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കിങ്ങനെ കുറച്ച് പുളി കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ ഇതിന് ഇരുമ്പം പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പകുതിയല്ല ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ എടുത്ത് അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി ഉണക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അടമാങ്ങയൊക്കെ ഉണ്ടാക്കില്ലേ, മാങ്ങ ഉപ്പ് പുരട്ടി ഉണക്കുന്നത് പോലെ. അപ്പം അതുപോലെ തന്നെ പുളിയെല്ലാം ഇതേപോലെ ഒന്ന് അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി വെച്ചു. ഇപ്പം ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് കുറച്ചെടുത്ത് അച്ചാറിട്ടു. പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പോയി. നമുക്ക് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു, നാടൻ ചീരയാണ്. അപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരയായിരുന്നു കേട്ടോ. അപ്പോൾ ചീരയെല്ലാം അരിഞ്ഞ് അങ്ങനെ ചീര അവിയലും അതുപോലെ തന്നെ ഇരുമ്പം പുളി അച്ചാറും കൂട്ടിയുള്ള ഒരു സിമ്പിൾ ലഞ്ചായിരുന്നു ഞങ്ങൾക്ക് സൺഡേ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ്, നേരത്തെ പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ മീനും ഇറച്ചിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പച്ചക്കറി മാത്രം കൂട്ടി ഇങ്ങനെ ലഞ്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ കുറേ നാൾ പച്ചക്കറി മാത്രം കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുമ്പോഴൊക്കെ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീര അവിയലും അതേപോലെ തന്നെ ഇരുമ്പം പുളി അച്ചാറും ഒക്കെ നമ്മൾ തയ്യാറാക്കി. പിന്നീട് നമ്മൾ കുറച്ച് അടുക്കിപ്പറക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ തുണിയൊക്കെ കഴുകിയതൊക്കെ കുറച്ചധികം മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആണ് കൂടുതലും നമ്മൾ വീട്ടിലിങ്ങനെ ഇൻവോൾവ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മൺഡേ ടു സാറ്റർഡേ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബിസി ഷെഡ്യൂളായിരിക്കും. അപ്പോൾ സൺഡേ ആണ് ഒന്ന് റിലാക്സ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്നതും വളരെ സാവധാനത്തോടു കൂടി ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടിയിലോട്ടൊക്കെ കടന്നു. നമ്മുടെ ചാനലിൽ കൂടുതലും ഞാൻ ആദ്യം കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഫാമിലി വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത്തരം വീഡിയോസൊക്കെ കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് താഴോട്ടൊന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ പുളിയെല്ലാം ഏകദേശം ഒന്ന് വാടി സെറ്റായി വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയും ക്ലീനിങ് പരിപാടിയൊക്കെയാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾക്ക് ടെറസിൽ നമ്മൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒരു കൃഷിയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വിച്ചുവാണ്. വിച്ചു എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ വിച്ചുവാണ് ഇതിൻ്റെ എല്ലാം എന്താ പറയുക പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ. അപ്പോൾ ചീര അരിയൊക്കെ ഇങ്ങനെ പാകിയിട്ടുണ്ട്, അതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയൊക്കെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ അലങ്കാര ചെടിയില്ല, അങ്ങനത്തെ ഒരു ചെടിയാണ്. ഞങ്ങൾ കുറച്ച് മുന്നേ ആയിട്ട് ഇങ്ങനെ പാവലും അതൊക്കെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കിവിടെ ഒട്ടും തന്നെ നമുക്ക് മണ്ണിൽ അങ്ങനെ സ്ഥലമില്ല. അത് ഉള്ള സ്ഥലത്ത് വീടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ടെറസ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി തുടങ്ങിയതാണ്. ആദ്യം കുറച്ച് പാളിച്ചകളൊക്കെ വന്നു. അപ്പോൾ കൂടുതൽ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുളിക്കണം, അതുപോലെ തന്നെ വിശപ്പായി, ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, സെറ്റായി വന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കലവൂർ വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ സൺഡേയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഈവനിങ് ഒക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കൂടുതലും സൺഡേ എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കാനാണ് കൂടുതലും ഇഷ്ടം. കാരണം നമ്മൾ ഈ മൺഡേ ടു സാറ്റർഡേ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഒരു ദിവസമല്ലേ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു. ഞാനും അമ്മയും ഭക്ഷണം കഴിച്ചു. അതുപോലെ തന്നെ കലവൂര് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പം ഈ വ്ളോഗിൽ അച്ഛനും അതുപോലെ തന്നെ വിച്ചുവും മിസ്സിംഗ് ആണ്. അച്ഛൻ വർക്കുമായി ബന്ധപ്പെട്ട് ബിസിയാണ്. അതുപോലെ തന്നെ വിച്ചുവിനും എന്തോ ഒരു വെളിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ദേ ആള് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് കലവൂര് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആൾ അറിഞ്ഞില്ല. ഞാനിങ്ങനെ ഫോണും പിടിച്ചിരിക്കുമ്പോൾ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡി ആയി ഇതാ കലവരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലാണ് ഈ സമയത്ത്. അല്ലെങ്കിൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുതെന്നാണല്ലോ പറയുന്നത്. പിന്നെ ഈ ഹൈവേയുടെ എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡിന്റെ സൈഡിലുള്ള മരങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് മാറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ആ ഒരു ഉച്ച സമയത്തൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ കലവൂരെത്തി. അപ്പോൾ അതാ അച്ഛനും അമ്മയും അതുപോലെ തന്നെ രാധാപ്പിയും ഒക്കെ എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാനൊരു കലവൂര് ഫാമിലി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാധാപ്പിയുടെ മോള് പാറക്കുട്ടിയുടെ നീറ്റിന്റെ റിസൾട്ട് വന്നതിന്റെ ആ ഒരു സെലിബ്രേഷൻ്റെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടിയായിരുന്നു. പാറക്കുട്ടി അവിടെയാണ്. ഇത് അച്ഛൻ്റെ കുറച്ച് കുഞ്ഞു കൃഷികളാണ് കേട്ടോ. കുറച്ച് തക്കാളിയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വെണ്ടയ്ക്ക ഇങ്ങനെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുരു എടുത്താൽ നമുക്ക് വെണ്ടയ്ക്ക നടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിറ്റും അത് പറിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചു. ഒത്തിരി മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവായിരുന്നു കേട്ടോ, മൂവാണ്ടൻ മാവായിരുന്നു. പക്ഷെ ഇത്തവണ എന്തോ മാവ് അങ്ങോട്ട് പൂത്തതുമില്ല, കായ്ച്ചതുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാങ്ങകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അതായത് ചേച്ചിയുടെ മോൻ കാർത്തിക്കുട്ടൻ വിച്ചുവിനെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ നടക്കുവാണ്. പിന്നെ കാർത്തിക്കുട്ടൻ ദാ ഇവിടെ ഓടി നടന്ന് കളിക്കുവാണ്. അപ്പം അവര് അച്ഛനും അമ്മയും മോനും കൂടി അവര് ആലപ്പുഴ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവന് ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി. ഇത് കണ്ടോ, ഇതിന് ബന്ദിപ്പൂവ് കൊങ്ങിണിപ്പൂവ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പൂവിന് എന്താ പറയുന്നതെന്നൊന്ന് പറയണം കേട്ടോ. ഇത് മുൻപ് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര കൃഷിയായിരുന്നു. അമ്പലത്തിലോട്ടൊക്കെ ഒത്തിരി ഈ പൂവ് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ എപ്പോഴൊക്കെ വീട്ടിൽ വരുന്നു അപ്പോഴെല്ലാം ഇങ്ങനെ പറമ്പിലെല്ലാം ചുറ്റി നടന്ന് അവിടെ എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കും ഭയങ്കര കൗതുകത്തോടെ. എനിക്ക് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ചുറ്റി നടന്ന് നോക്കുമായിരുന്നു. അപ്പം അച്ഛൻ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ചേമ്പ്, ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. പണ്ട് അച്ഛൻ ഒരുപാട് കപ്പ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കപ്പയൊക്കെ പറിച്ച് തൂക്കി വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറച്ച് കിഴക്കോട്ട് മാറി ഒരു കിളിച്ചുണ്ടൻ മാവുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ആകാശം മുട്ട നിൽക്കും ആ മാവ്. അപ്പോൾ ഒരു മാങ്ങ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ മാങ്ങ പറിക്കണം. അങ്ങനെ ഞാനത് പറഞ്ഞപ്പോൾ അച്ഛനും വിച്ചും അതുപോലെ തന്നെ രാധാപ്പിയൊക്കെ കൂടി എടുത്താൽ പൊങ്ങാത്ത ഒരു മുളയുടെ തോട്ടി കൊണ്ട് അത് പറിച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ വളരെ വിജയകരമായിട്ട് മാങ്ങയും പറിച്ചു, അതുപോലെ തന്നെ തോട്ടിയും താഴെപ്പോയി. അങ്ങനെ കുറച്ച് മാങ്ങയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചക്കയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാമായിട്ട് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ചോദിക്കും ഇനി എപ്പോഴാണ് വരുന്നത് എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ആഴ്ചയും ഇവിടെ വരാറുണ്ട്. ഇത് സൺഡേ ആയാലും വർക്കിംഗ് ഡേ ആയാലും നമ്മൾ വരും. അങ്ങനെ അത് കഴിഞ്ഞതാ ആലപ്പുഴയിലെത്തി. അപ്പോൾ അതാ കൊണ്ടുവന്ന മാങ്ങ എല്ലാം അവിടെ വെച്ചു. അതുപോലെ തന്നെ ഇതാ ചക്ക കണ്ടപ്പോൾ തന്നെ അമ്പിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അമ്മ അപ്പം തന്നെ അത് പൊളിച്ചിട്ട് ഒരു ചുള ഇങ്ങനെ കഴിച്ച് നോക്കുവാണ്. നല്ല തേൻ വരിക്കയായിരുന്നു കേട്ടോ. പിന്നീട് വൈകിട്ട് ഞങ്ങൾക്കൊരു പരവസ്തൊലി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അതാ രാത്രിയായി. നമ്മുടെ വാതുക്കൽ അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യം പറഞ്ഞതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.